ധ്രുവൻ ഉത്താനപാദ രാജാവിന്റെയും സുനീതിയുടെയും മകനായിരുന്നു. രാജാവിന്റെ പ്രിയപ്പെട്ട റാണിയായ സുരുചിയായിരുന്നു രാജഭവനത്തിൽ അധിക പ്രാധാന്യമുള്ളത്. അവളുടെ മകനായ ഉത്തമനായിരുന്നു രാജാവിന്റെ ഇഷ്ടപുത്രൻ. ഒരു ദിവസം ധ്രുവൻ 5 വയസ്സുള്ളപ്പോൾ തന്റെ സഹോദരൻ ഉത്തമൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടു. അവനും പിതാവിന്റെ സ്നേഹത്തിനായി ആഗ്രഹിച്ചു. പക്ഷേ സുരുചി അവനെ അപമാനിച്ചു. സുരുചി ധ്രുവനോട് പറഞ്ഞു, നിന്റെ പിതാവിന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ എന്റെ മകനായി ജനിച്ചിരിക്കേണ്ടതായിരുന്നു. ഇത് കേട്ട ധ്രുവൻ വ്യസനത്തോടെ അമ്മ സുനീതിയെ സമീപിച്ചു. സുനീതി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ധ്രുവൻ നീതിയില്ലാത്ത ഈ അവസ്ഥയെ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവൻ ഭഗവാനിൽ നിന്ന് നേരിട്ട് നീതി നേടാനായി കാട്ടിലേക്ക് പോയി. ധ്രുവൻ കാട്ടിൽ കഠിനമായ തപസ്സിന് തയ്യാറായി. ഇത് കണ്ട നാരദമുനി അവനെ പ്രയാസങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ധ്രുവന്റെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞില്ല. നാരദൻ ഒടുവിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വിഷ്ണുമന്ത്രം പഠിപ്പിച്ചു. 6 മാസക്കാലം ധ്രുവൻ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ തപസ്സിലായിരുന്നു. അവന്റെ കഠിനധ്യാനം കണ്ട് വിഷ്ണു സന്തോഷപ്പെട്ടു. വിഷ്ണു അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. നിനക്ക് എന്തു വരം വേണം? ഭഗവാൻ ചോദിച്ചു. പക്ഷേ ധ്രുവൻ സ്വർഗം, ഭോഗങ്ങൾ, മോക്ഷം ഒന്നും ആഗ്രഹിച്ചില്ല. അവൻ ദൈവാനുഗ്രഹം മാത്രം അഭിലഷിച്ചു. നിന്റെ ഭക്തിയും ദൃഢനിശ്ചയവും ലോകത്തിനൊരു മാതൃകയായിരിക്കട്ടെ. നീ ഇനി ആകാശത്തിൽ ശാശ്വതമായി ദീപ്തിമാനായിരിക്കുമെന്നു ഞാൻ വിധിക്കുന്നു. അങ്ങനെ ധ്രുവൻ ദൈവാനുഗ്രഹത്തോടെ ആകാശത്ത് ധ്രുവനക്ഷത്രമായി മാറി. ഇന്നും ധ്രുവനക്ഷത്രം അചഞ്ചലമായി നിലനിൽക്കുന്നത് ധ്രുവന്റെ ദൃഢനിശ്ചയത്തിന്റെയും ഭക്തിയുടെയും അടയാളമാണ്.